ഹലോ, എല്ലാവർക്കും സ്വാഗതം ദ ഫ്ലേവർ പാത്തിലേക്ക്. ഇതിൻ്റെ ആദ്യ വീഡിയോ ആണ്. രുചിയുടെ പാതയിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. 2 ആഴ്ച മുമ്പ് ഒരു യാത്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക്. തിരിച്ച് വരും വഴിയിലൊന്ന് നിർത്തി ഒരു ചെറിയ റോഡ് സൈഡിലൊരു ഹോട്ടൽ. അപ്പോൾ തോന്നി ഇവിടെ നിന്നായിരിക്കട്ടെ എൻ്റെ ആദ്യ വീഡിയോ എന്ന്. അങ്ങനെ അവിടുന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫുഡായ പൊറോട്ടയും ബീഫ് ഫ്രൈയും ഞാൻ ഓർഡർ ചെയ്തു. ക്യാമറ ഓൺ ചെയ്തു. പൊറോട്ട വന്നു, ബീഫ് ഫ്രൈ വന്നു. കാഴ്ചയിൽ നല്ല ഭംഗി തോന്നി. ഞാൻ സന്തോഷത്തോടെ എല്ലാം വീഡിയോ എടുത്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ബീഫ് സോഫ്റ്റ് ആണോ ഒന്ന് ഞെക്കി നോക്കി. എനിക്ക് കൊള്ളുന്നില്ലെന്ന് മനസ്സിലായി. അപ്പോൾ മെല്ലെ ഞാൻ അടുത്ത ബീഫ് എടുത്തു ഞെക്കി തെറിച്ചു. എൻ്റെ പാട്ടിന് പോയി, റബ്ബർ ബാൻഡ് വിട്ടുന്ന പോലെ പോയി. ഭാഗ്യത്തിന് ആരുടെയും പാത്രത്തിൽ വീണില്ല. ഞാൻ പിന്നെ നൈസിൽ കഴിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ഒരു പീസ് പോയല്ലോ എന്നുള്ളൊരു വേദന ആ നിമിഷം തോന്നിയിരുന്നെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വേദന ഇല്ലാതായി മാറി. കാരണം ബീഫിന് 140 രൂപയാണ്, പൊറോട്ടയ്ക്ക് 10 രൂപയുള്ളൂ. പിന്നെ അതിനുശേഷം രുചി എങ്ങനെയാണെന്ന് പറയാം. രുചി പൊറോട്ട കുഴപ്പമില്ല, ബീഫിന് കട്ടിയാണ്, അതോടൊപ്പം തന്നെ മസാലയുടെ ഒരു ഭയങ്കര കുത്തലാണ്. രുചി അങ്ങ് മറഞ്ഞുപോയി. പിന്നെ ഒരു പൊറോട്ട ഞാൻ ഒരു ഗ്രേവിയും കൂടി ചോദിച്ചു, ഗ്രേവി തന്ന് ആ ഗ്രേവിയിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനത് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി 120 രൂപ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മനസ്സിനൊരു വിഷമം വന്നു. ആദ്യ വീഡിയോ ഒരുപാട് പ്രതീക്ഷയിൽ വന്ന് ഓർഡർ കൊടുത്തു, ഫുഡ് മേടിച്ചു, ആ ഫുഡ് കഴിക്കാൻ പോലും പറ്റാതെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നല്ലോ. ഞാനത് എങ്ങനെ വീഡിയോയിൽ കാണിക്കും, വീഡിയോയിൽ പറയും നല്ല രുചി എന്ന് പറഞ്ഞ് കാണിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ആ കടയുടെ വീഡിയോ കാണിക്കാത്തത് ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഇന്ന് അവിടുത്തെ ഫുഡ് മോശമായെങ്കിൽ ചിലപ്പോൾ ആ കുക്ക് വന്നിട്ടുണ്ടാകത്തില്ലായിരിക്കും, ചിലപ്പം പുതിയ കുക്കായിരിക്കും. ഇനി നാളെ ആ കുക്ക് മാറത്തില്ലെന്ന് കണ്ടില്ല, നാളെ ചിലപ്പോൾ നന്നാവും. അപ്പോൾ നാളെ നന്നായി കഴിയുമ്പോൾ ഞാൻ നാളെ നന്നായതിന് ശേഷം പോയി നല്ലതായെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കത്തില്ല. ഇപ്പം കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്ഥാപനത്തോട് ആ മനുഷ്യരോട് ചെയ്തൊരു മോശം പ്രവൃത്തിയാണ് തോന്നിയതുകൊണ്ടാണ് കടയുടെ പേരോ ഒന്നും എവിടെ ഞാൻ പോയെന്ന് പോലും കാണിക്കാത്തത്. എന്ന് ദയവായി ആരും ചോദിക്കരുത്, ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശം എനിക്ക് പറയണം. നിങ്ങൾ നല്ല നല്ല ഫുഡുകൾ കഴിച്ച ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ അവിടെ കാണും. അവിടെ പോയി നമുക്ക് ഒരുമിച്ച് രുചിയുടെ പാതയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരും വഴിയിലൂടെ ഞാൻ തിരിച്ചു പോയി. അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, ആ ഹോട്ടലിൽ പോയി. അത് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. പക്ഷേ അത് കണ്ടിട്ട് അവിടെ കയറാതെ ഞാൻ പോകാൻ കാരണം പുതിയ വീഡിയോ, പുതിയ സ്ഥലം, പുതിയ രുചി എന്ന് ചിന്തിച്ചാൽ പോയത്. പക്ഷേ തിരിച്ച് ആ പഴയ സ്ഥലത്ത് തന്നെ വന്നിട്ട് ഒരു ചായ മേടിച്ചു, ഒരു ചായ കുടിച്ച് മൈൻഡൊന്ന് നേരെയാക്കി. കാരണം എനിക്ക് പ്രത്യേകിച്ച് ദുശ്ശീലമൊന്നുമില്ല. മനസ്സ് ഡൗൺ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ച് ഞാൻ ആക്റ്റീവ് ആക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഞാൻ നന്നായി. ഒരു 10 രൂപയുടെ ചായ കുടിച്ചാൽ മതി, ഞാൻ ഓക്കെ ആവും. ഇതുപോലുള്ളവർ ആരെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങളിൽ പരിചയമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം. ഞാനെങ്ങനെ ഒരു ചായയിൽ എത്തിച്ചത്, ഞാനെങ്ങനെ നന്നായത് എന്നുള്ള കാര്യം കൂടി ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അങ്ങനെ ഒരു പൊറോട്ടയും ഒരു ചായയും കുടിച്ച് എൻ്റെ യാത്ര തുടർന്ന് എൻ്റെ അടൂരിലേക്ക് വന്നു. അടൂരെത്തിയപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ വടക്കെടുത്താവിലെത്തി. വടക്കെടുത്താവ് എത്തുമ്പോഴതാ കുറച്ച് കാറും കുറേ ബൈക്കൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിർത്തി. അവിടെ ഞാൻ നേരത്തെ കഴിച്ച ഓർമ്മയുണ്ടായിരുന്നു. നല്ലൊരു ഫുഡാണ് അവിടെ. ഏമറത്ത് എമിനി മന്തി എന്നാണ് കടയുടെ പേര്. വടക്കെടുത്താവാണ് സ്ഥലം. അവിടെ കയറി ഞാൻ പെരി അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ മന്തി വന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഈ എടുത്ത തീരുമാനം തെറ്റുപറ്റില്ലെന്ന്. ആദ്യത്തെ തീരുമാനം ചെറിയൊരു പാളിച്ച പറ്റിയെങ്കിലും രണ്ടാമത്തെ തീരുമാനം എന്തുകൊണ്ടും നല്ലതായി. തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ ശരി പഠിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്, അറിയില്ല. പിന്നെ മന്തി വന്ന് ആ ഒരു പീസ് എടുത്തു. ചെസ്റ്റ് പീസ് തന്നെ കിട്ടി. അതിനകത്തോട്ടേക്ക് മെല്ലെ റൈസ് ഇട്ടു. റൈസ് ഇട്ടതിന് ശേഷം ആ റൈസിലേക്ക് ചട്നി മെല്ലെ ഒഴിച്ചതിന് ശേഷം കഴിക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതുപോലെ ആയിരിക്കാം കഴിക്കുന്നത്. ഞാൻ എല്ലാ സാധനവും ഒഴിച്ചേ കഴിക്കത്തുള്ളൂ. എല്ലാ സാധനവും മിക്സ് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത്. അതിനകത്ത് ചട്നി ഒഴിക്കും. ചട്നി ഒഴിച്ച ശേഷം അവിടുത്തെ ഒരു പിക്കിൾ തരും. ആ ഒരു സ്പൈസി പിക്കിൾ തരും. ആ സ്പൈസി പിക്കിൾ അതിനകത്തോട്ട് ഒഴിക്കും. മയോണൈസ് ഒഴിക്കും. പിന്നെ മെല്ലെ സൂപ്പും കൂടി ഞാൻ അതിനകത്തോട്ട് ഒഴിച്ച് നല്ല മിക്സ് ചെയ്യും. കാരണം ഞാൻ കൊണ്ടുവരുന്ന സൂപ്പ് ഞാൻ അതിന് കൊണ്ടുവരുമ്പോൾ കുറച്ച് കുടിക്കും. കുടിച്ച ശേഷം കുറച്ച് ഞാനത് റൈസിനകത്തോട് മിക്സ് ചെയ്യും. അപ്പം റൈസൊക്കെ ഒന്ന് കുതിർന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പം കിട്ടുന്നൊരു ഫീല്
നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിനകത്തോട്ടേക്ക് ഒരു പീസ് മുറിച്ചെടുത്ത് ആ റൈസിനകത്തോട്ട് വെച്ച് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ കഴിക്കുമ്പം എൻ്റെ സാറേ നല്ലൊരു ഫീലാണ്. കഴിച്ചു നോക്ക്. നിങ്ങൾ ഇങ്ങനെയാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം. അതെ, ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു 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 എന്നൊരു ഒരു സൗണ്ട് വരും. ആ സൗണ്ട് വരുമ്പോൾ നമുക്ക് അറിയാം നല്ലൊരു ഫീല് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞ് അറിയിക്കണം. പിന്നെ കണ്ടിരുന്ന സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോ. ഇത് ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ രീതി ഞാൻ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട്. ഈ ചാനൽ കുറേ വ്യത്യസ്തമായ രുചികൾ തേടി പോകുന്ന ഒരു വീഡിയോ ആണ്, ഒരു ചാനലാണിത്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിയാൽ മാത്രമേ ഈ ചാനലിൻ്റെ രീതി മാറത്തുള്ളൂ, സ്ട്രോങ് ആവത്തുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്നെക്കാട്ടിലും കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട ഐഡിയയും നിർദ്ദേശവും പറഞ്ഞു തരണം. പറഞ്ഞു തരാൻ മടി കാണിക്കരുത്. പറഞ്ഞു തന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ വീട്ടിൽ എന്തെല്ലാം മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞു തരണം. പിന്നെ നിങ്ങൾക്ക് നല്ല നല്ല ഇപ്പോൾ ഒരു പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കാനുള്ള ഒരു കോൺഫിഡൻസ് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ്, പക്ഷേ അത് അത്ര ഫസ്റ്റ് വീഡിയോ തന്നെ എനിക്ക് കുളവായപ്പം ഒരു മനസ്സൊരു ഇത് വന്നു. കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ദൈവം അനുവദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോയി അവിടുത്തെ വീഡിയോയും അവിടുത്തെ ഞാൻ അനുഭവിച്ച എക്സ്പീരിയൻസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. ഒരുപാട് നന്ദിയുണ്ട്. മന്തിക്കടകളുടെ പ്രത്യേകത, നമുക്ക് വയറ് നിറച്ച് റൈസ് തരും. അൺലിമിറ്റഡ് ആയിട്ട് റൈസ് തരും. എല്ലാ മന്തിക്കടയിലും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ പോയി കഴിച്ചിട്ടുള്ള എല്ലാ മന്തിക്കടയിലും പിന്നീടും റൈസ് ചോദിച്ചാൽ നമുക്ക് റൈസ് അവർ തരാനിടയായിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് അങ്ങനെ കിട്ടി. അങ്ങനെ റൈസ് എല്ലാം കഴിച്ച ശേഷം നമുക്ക് ബാലൻസ് വന്ന പീസിനകത്തോട്ട് കുറച്ച് മയോണൈസ് ഒഴിച്ച് ഒക്കെ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വയറും മനസ്സും ഒരേപോലെ നിറഞ്ഞ് ഞാൻ അവിടുന്ന് അടുത്തൊരു ഫുഡിൻ്റെ ഇടം തേടി യാത്ര ചെയ്യാൻ തയ്യാറായി. എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിച്ച പാത്രത്തിൽ എന്തെല്ലാം ഫുഡുമായിട്ട് അവർ കൊണ്ടുവന്നു ആ പാത്രങ്ങളെല്ലാം അടുക്കി ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് വെച്ച് ഒറ്റ പാത്രത്തിലേക്ക് ആക്കും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എണീക്കത്തുള്ളൂ. കാരണം നമ്മൾ കഴിച്ച ഒരു പാത്രം, നമുക്ക് വേണ്ടി നമ്മൾ എച്ചിലാക്കിയ ഒരു പാത്രം, നമ്മൾ വെയിറ്റർ ആണെങ്കിലും ശരി, നമ്മുടെ ക്ലീനിങ് ചെയ്യുന്ന ആളാണെങ്കിലും ശരി, അവരുടെ കയ്യിലൂടെ അഴുക്കാക്കേണ്ട. പകരം ഞാൻ തന്നെ എല്ലാ പാത്രങ്ങളും അടുക്കി വെച്ച പാത്രമാണ് അവിടെ നിന്ന് ഇറങ്ങാറ്. ഇനി നമുക്ക് കാണാം പുതിയ രുചി, പുതിയ ഇടം, പുതിയ ഫുഡ് റെസിപ്പീസ്. ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.